പോയി വരാം. കോഴിക്കോട് സാനിയോ മനോമി ചേരുന്നുണ്ട്. സാനിയോ, എങ്ങനെയാണ് കോഴിക്കോട്ടെ സാഹചര്യം? ഈ മലയോര മേഖലകളിലൊക്കെ ഒരു സുരക്ഷാ മുന്നറിയിപ്പ് ഉണ്ടോ സാനിയോ? വെങ്കി, ശ്രുതി, ഗുഡ് മോർണിംഗ്. ഏതായാലും കോഴിക്കോട് ഇപ്പോൾ നിലവിൽ മഴ പെയ്യുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഇടവിട്ട് പലയിടങ്ങളിലും മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മലബാർ മേഖലയിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 2 ജില്ലകൾ ഉള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കണ്ണൂരും കാസർഗോഡും. പക്ഷേ ഇതേപോലെ തന്നെ കോഴിക്കോടും റെഡ് അലേർട്ടിന് സമാനമായ സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ അതേപോലുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 ജില്ലകളിലും ക്വാറികളും ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർമാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. കൂടാതെ കാസർഗോഡെയും കണ്ണൂരെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ജില്ലകളിലേക്കും 7 മണി മുതൽ രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ അനാവശ്യ കാര്യങ്ങൾക്കായി യാത്ര ചെയ്യരുത്, മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യരുത് എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ കോഴിക്കോട് ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വൈദ്യുതി ലൈനിൽ മരം വീണ് വൈദ്യുതി ബന്ധം തകരാറാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് വന്ന് അത് മാറ്റുകയും വൈദ്യുതി ബന്ധം KCB പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്നലെ തീരദേശ മേഖലകളിൽ ശക്തമായ കാറ്റടിച്ചു എന്നാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം. കൂടാതെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. കണ്ണൂരിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലും നിലവിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. കാസർഗോഡാണ് അല്പമെങ്കിലും മഴയുള്ളത് എന്ന് പറയാം. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ മഴ ശക്തമാകാനുള്ള സാധ്യതയും 2 ജില്ലകളിലും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അവിടെ നിന്ന് എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. അർജുൻ, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ ഉണ്ട്. ഒപ്പം ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നമുക്കറിയാം, മുൻ അനുഭവങ്ങളൊക്കെ നമുക്കുള്ളതാണ്. ഇത്തരം റെഡ് അലേർട്ടുകളൊക്കെ വരുമ്പോൾ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. അർജുൻ കല്യാട്, എങ്ങനെയാണ് സാഹചര്യങ്ങൾ? ശ്രുതി, അതായത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ശക്തമായ മഴ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലും അതുപോലെ തന്നെ മിക്കയിടങ്ങളിലും പെയ്തിരുന്നു. രാത്രിയിലൊക്കെ ശക്തമായ മഴയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ണൂരിന്റെ പല സ്ഥലങ്ങളിലും മഴ അല്പം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ ആശ്വാസവുമാണ്. കാരണം തുടർച്ചയായ രീതിയിൽ മഴ പെയ്യുമ്പോഴാണ് പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്പസമയം മഴ മാറി നിൽക്കുന്നു, മാനം അല്പം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അത് വലിയ ആശ്വാസവുമാണ്. ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ്. ഇന്ന് മാത്രമല്ല, നാളെയും മറ്റന്നാളും കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതിന്റെ ഭാഗമായി തന്നെ ജില്ലാ കളക്ടർ ഇന്നലെ രാത്രി അടിയന്തരമായി തന്നെ തഹസിൽദാർമാരെയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധ്യക്ഷന്മാരെയും സെക്രട്ടറിമാരെയും ഒക്കെ അവർ ഓൺലൈനിലായി യോഗം ചേരുകയും ആവശ്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും എല്ലാ ജനങ്ങൾക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത് ഈ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ, ഇവിടങ്ങളിൽ നിന്നും ഈ റെഡ് അലേർട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ആളുകളെ അപകടകരമായ സാഹചര്യത്തിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട കീഴ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതിന് പുറമെ ജില്ലയിലെ ക്വാറിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും 3 ദിവസത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിർത്തിവെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതിന് പുറമെയാണ് പൈതൽമലയും തുടങ്ങിയിട്ടുള്ള ഈ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായും പ്രവേശനം 3 ദിവസത്തേക്ക് കളക്ടർ നിരോധിച്ചതായിട്ടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. താലൂക്കുകളിലെല്ലാം തന്നെ കൺട്രോൾ റൂമുകൾ തുറന്ന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണം നൽകിയിട്ടുണ്ട്. കാസർഗോഡും സമാനമായ രീതിയിൽ തന്നെയുള്ള സാഹചര്യം തന്നെയാണുള്ളത്. കാസർഗോഡ് റാണിപുരം ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള തീരുമാനമുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മഴ അല്പം കണ്ണൂരിൽ മാറി നിൽക്കുന്നു എന്നത് വലിയ ആശ്വാസമാണ്. കാരണം ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായ മഴയായിരുന്നു, ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജാഗ്രത കൂടി പാലിക്കണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും മഴ അല്പം മാറി നിൽക്കുന്നത് വലിയ ആശ്വാസമാണ്. തുടർച്ചയായ മഴ പെയ്യുമ്പോഴാണ് പലയിടങ്ങളിലും
പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം. കാരണം ഉരുൾപൊട്ടലും അങ്ങനെയുള്ള മുൻ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിൽ നിലനിൽക്കുന്നത്. സുബ്ബി.